ദൈവനാമ മഹത്വത്തിനായി ഈ ശുശ്രൂഷ സമർപ്പിക്കുന്നത് കോശി എം തോമസ്, ഷീബ കോശി, ശ്രുതി കോശി ആൻഡ് ശില്പ കോശി, ന്യൂയോർക്ക്, USA. പ്രിയക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, വീണ്ടും നമുക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ തിരുസന്നിധിയിലേക്ക് കടന്നു വരുവാൻ ദൈവമൊരുക്കിയ മുഖാന്തരങ്ങൾക്കായിട്ട് നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മെ തന്നെ ദൈവസ്ഥാനം സമർപ്പിച്ച് പ്രാർത്ഥനയോടെ ആരംഭിക്കാം. സ്നേഹിതയായ ഞങ്ങളുടെ സ്വർഗ്ഗസ്വപിതാവാം ദൈവമേ, അവിടുത്തെ പാദപീഠത്തിലേക്ക് കടന്നു വരുവാൻ തക്കോണം അടികളെ സഹായിച്ചിരിക്കുന്ന എല്ലാ കൃപകൾക്കായിട്ടും കരുണകൾക്കായിട്ടും അങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ശുശ്രൂഷ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. അവിടുന്ന് തന്നെ ഞങ്ങളെ അനുഗ്രഹിച്ച വഴി നടത്തണമേ. തിരുനാമം മഹത്വപ്പെടുവാൻ ഞങ്ങളുടെ സകല വഴിയിലും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് യേശുവിൽ അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കുമാറാണമേ. ആമേൻ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, കോവിഡിൻ്റെ വ്യാപനം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ് നാം കാണുന്നത്. ഭാരതത്തിൽ ചില സംസ്ഥാനങ്ങളിലൊക്കെയും വീണ്ടും ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുവാൻ തക്കവണ്ണം ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. ലോകത്തിൻ്റെ ചില രാജ്യങ്ങളിൽ ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുവാൻ തക്കവണ്ണമുള്ള ക്രമീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ വളരെ മുട്ടിപ്പായിട്ട് നമുക്ക് പ്രാർത്ഥിക്കേണ്ടതായിട്ടുള്ള ദിവസങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. പ്രത്യേകിച്ച് നാം ആശ ആഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. നാളെ ഹോശന ഞായറാഴ്ചയാണ്, അത് കഴിഞ്ഞ് കഷ്ടാനുഭവ ആഴ്ചയാണ്. ഈ ദിവസങ്ങളിൽ പ്രത്യേകമായിട്ട് ക്രൈസ്തവ സമൂഹം ഉണർന്ന് പ്രാർത്ഥിക്കേണ്ട ദിവസങ്ങളാണ്. കർത്താവിൻ്റെ കഷ്ടാനുഭവത്തിൽ താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് നാം അടുത്തു വരുമ്പോൾ ഈ മഹാമാരിയിൽ നിന്ന് മാനവരാശി രക്ഷിക്കുവാൻ തക്കവണ്ണം നമുക്ക് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഈ മഹാവിപത്തിൽ നിന്നും ഈ മഹാമാരിയിൽ നിന്നും മാനവ സമൂഹത്തെ രക്ഷിക്കുവാൻ തക്കവണ്ണം പ്രവർത്തിക്കുന്നതിനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈ മേഖലകളിൽ പ്രവർത്തിക്കുന്ന എല്ലാ മക്കളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ആശുപത്രികളിൽ പ്രവർത്തിക്കുന്നവരുണ്ട്, പൊതുമേഖലകളിൽ പ്രവർത്തിക്കുന്നവരുണ്ട്, സാമൂഹിക വേദികളിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. അവരെയൊക്കെയും നമുക്ക് കർത്താവിൻ്റെ കരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈ നിമിത്തം കഷ്ടത്തിലും ദാരിദ്ര്യത്തിലും ദുഃഖത്തിലുമായിരിക്കുന്ന ലക്ഷോപലക്ഷം ജനങ്ങളുണ്ട്. ലോകത്തിൻ്റെ അനേക രാജ്യങ്ങളിലായിട്ട് അവർ കഷ്ടത്തിലായിരിക്കുന്നു. അവരെ ഓർത്ത് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇപ്പോഴും ആവശ്യമായ ചികിത്സകൾ ലഭിക്കാതെ അനേകർ മരിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളുമുണ്ട്. നാം അതിനെക്കുറിച്ച് അറിയുന്നില്ല. കാരണം നാം ആയിരിക്കുന്ന രാജ്യങ്ങളൊക്കെ പരിഷ്കൃത രാജ്യങ്ങളാണ്, സമ്പന്നമായ രാജ്യങ്ങളാണ്. അതുകൊണ്ട് ഈ കെടുതികളുടേതായിട്ടുള്ള വലിയ നാശനഷ്ടങ്ങൾ നമുക്ക് പലപ്പോഴും കാണുവാൻ കഴിയുന്നില്ല. എന്നാൽ ഇത് നിമിത്തം മഹാദുരിതത്തിലായ ദരിദ്രരായ രാഷ്ട്രങ്ങളുണ്ട്. ആവശ്യമായ ചികിത്സകൾ അവിടെ ലഭിക്കുന്നില്ല. ആവശ്യമായ രീതിയിൽ ജനങ്ങളെ പ്രബോധിപ്പിക്കുവാൻ കഴിയുന്നില്ല. വാക്സിൻസ് എത്തുവാൻ സാഹചര്യങ്ങൾ കുറവാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളെ ഓർത്ത് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമുക്ക് രോഗം വരരുത്, നമ്മളെ സൂക്ഷിക്കണം നാം പ്രാർത്ഥിക്കുന്നതോടൊപ്പം ലോകത്തിൻ്റെ അനേക രാജ്യങ്ങളിൽ ഇതിനാവശ്യമായ സൗഖ്യവും സ്വാതന്ത്ര്യവും കർത്താവ് നൽകുവാൻ തക്കവണ്ണം മനസ്സറിയുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ആരോഗ്യ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. അവർ ഏത് രംഗത്തായിരുന്നാലും ശരി, ഇതൊരു പകർച്ചവ്യാധിയാണ്, ഇന്ന രംഗത്ത് മാത്രമേ ഇത് പകരുകയുള്ളൂ പറയുവാൻ ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് അങ്ങനെയുള്ള എല്ലാ സഹോദരങ്ങളെയും കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ക്യാൻസർ രോഗികളെ ഓർത്ത് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവ് അവരോട് കരുണ ചെയ്യുന്നതിനായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ആവശ്യമായ ചികിത്സാ സംവിധാനങ്ങൾ തുടർമാനമായിട്ട് അവർക്ക് ലഭിക്കുവാൻ തക്കവണ്ണം സഹായിക്കുന്നതിനായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. മറ്റ് പലവിധ രോഗങ്ങളാലും വ്യാധികളാലും വേദനിക്കുന്ന അനേകായിരങ്ങളുണ്ട്. നമുക്ക് അനുദിനം കോവിഡിൻ്റേതായിട്ടുള്ള പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടുള്ള കത്തുകൾ മാത്രമല്ല, പിന്നെ അതിലുപരിയായിട്ട് മറ്റ് പലവിധ ശാരീരികമായ പ്രതിസന്ധികളിൽ അകപ്പെട്ടിരിക്കുന്ന സഹോദരങ്ങളുടേതായിട്ടുള്ള കത്തുകൾ ലഭിക്കുന്നുണ്ട്. അവരെല്ലാം ഓർത്ത് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ആശ്വാസദായകനായ കർത്താവ് അവരെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്
അവർക്ക് വിടുതൽ നൽകുന്നതിന് വേണ്ടിയിട്ട്, അവരോട് കരുണ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, പുതിയ ബലത്തോടെ അവർ എഴുന്നേൽക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. മക്കളില്ലാതിരിക്കുന്ന ദമ്പതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് അവരോട് കരുണ ചെയ്യുന്നതിനായിട്ട് പ്രാർത്ഥിക്കാം. ഉദരഫലം ദൈവത്തിൻ്റെ ദാനമാകുന്നു. അപ്പോൾ കർത്താവിന് മാത്രമേ അത് കൊടുക്കുവാൻ സാധ്യമാകുകയുള്ളൂ. ജീവൻ്റെ ഉടവനായ ദൈവം ഈ ദമ്പതികൾക്ക് ഒരു കുഞ്ഞിനെ നൽകുവാൻ പ്രസാദിക്കുന്നതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കൂടാതെ വിവാഹം നടക്കാതെ ജീവിതം മുരടിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്ന അനേക സഹോദരങ്ങളുണ്ട്. ലോകത്തിൻ്റേതായിട്ടുള്ള വഴുവഴുപ്പിൽ വീണു പോകാനിടയാകാതെ യൗവനക്കാരാണ്. കർത്താവ് അവരെ കാത്തു പരിപാലിക്കുന്നതിനായിട്ടും അവർക്ക് അനുയോജ്യമായ തുണയെ കണ്ടുപിടിക്കുവാൻ സഹായിക്കുന്നതിനായിട്ടും പ്രാർത്ഥിക്കാം. ജോലിയില്ലാതെ വിഷമിക്കുന്ന അനേക സഹോദരങ്ങളുണ്ട്. ജോലി നഷ്ടപ്പെട്ടവരുണ്ട്. അനേകരുടെ ശമ്പളം വെട്ടിക്കുറച്ചിരിക്കുന്നു. കുറച്ച് പേർക്ക് ശമ്പളമേ ലഭിക്കുന്നില്ല. ഇങ്ങനെ ലോകത്ത് തൊഴിൽ രംഗത്തേക്ക് നോക്കുമ്പോൾ ഏറ്റവും അധികം സാമ്പത്തികമായ തകർച്ച നേരിടുന്നത് ഈ തൊഴിൽ രംഗത്താണ്. നമുക്കറിയാം, സാമ്പത്തികമായിട്ടുള്ള തകർച്ച ഉണ്ടാകുമ്പോൾ ശമ്പളം കൊടുക്കുവാൻ സാധ്യമല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അനേകം ആയിരങ്ങൾക്കല്ല ലക്ഷങ്ങൾക്ക് മുൻപോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. ചെറുകിട വ്യാപാരങ്ങളൊക്കെ അടച്ചുപൂട്ടുന്ന അവസ്ഥയിലാണ്. അങ്ങനെ ദാരിദ്ര്യം കത്തിപ്പടരുമ്പോൾ മനുഷ്യനെ മുൻപോട്ട് പോകാൻ സാധ്യമല്ലാത്തൊരവസ്ഥയാണ്. കർത്താവ് അവിടെ പ്രവർത്തിക്കുന്നതിനായിട്ട്, ഈ കെടുതിയെ പിടിച്ചു നിർത്തുന്നതിനായിട്ട്, തകർന്നുകൊണ്ടിരിക്കുന്ന അനേക കുടുംബങ്ങളെ യഥാസ്ഥാനപ്പെടുത്തുന്നതിനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. സാമ്പത്തികമായ ഭദ്രത നഷ്ടപ്പെട്ട ഒരുപാട് സഹോദരങ്ങളുണ്ട്. അവർ കർത്താവിൽ പ്രത്യാശ വെച്ചുകൊണ്ട് മുൻപോട്ട് പോകാൻ കഴിയുന്നതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം മുൻപോട്ട് പോകാൻ മാർഗമില്ലാതെ വരുമ്പോൾ, ഞാൻ കഴിഞ്ഞ ദിവസം ഓർമ്മിപ്പിച്ചതുപോലെ, ജീവിതം തന്നെ അവസാനിപ്പിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അവിടെയൊക്കെയും ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റേതായിട്ടുള്ള സാന്ത്വനവും സൗഖ്യവും ലഭിക്കുന്നതിനായിട്ട്, നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞുകൊണ്ട് ആശകൾ നിരാശരായി മുൻപോട്ട് പോകാൻ മാർഗമില്ലാതെ അടച്ചിട്ട മുറിയിലിരുന്ന് വിലപിക്കുമ്പോൾ, നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വന്ന കർത്താവ് ഇങ്ങനെയുള്ള ജീവിതങ്ങളിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം സഹായിക്കുന്നതിനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈ കഷ്ടാനുഭവ ആഴ്ചയിലെ ശുശ്രൂഷകൾ, പ്രാർത്ഥനകൾ എല്ലാം കർത്താവിൻ്റെ കാരുണ്യം രുചിച്ചറിയുവാനുള്ള മുഖാന്തരമാക്കി തീർക്കുന്നതിനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കടഭാരമുള്ളവരുണ്ട്, അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. കടക്കെടുകളിൽ വീണുപോയിരിക്കുന്നവരുണ്ട്, അവരെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. നാനാവിധ പ്രശ്നങ്ങളാൽ മുൻപോട്ട് പോകാൻ മാർഗമില്ലാതെ വേദനിക്കുന്നവരുണ്ട്, അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. എല്ലാത്തിനും കർത്താവായ യേശു ക്രിസ്തു മതിയായവനാണ്. അവനെന്നും ജീവിക്കുന്നു. അവനെന്നും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരകനാണ്. അവനിൽ തന്നെ ചാരിക്കൊണ്ട്, അവൻ്റെ സന്നിധി സമർപ്പിച്ചുകൊണ്ട്, പിതാവാം ദൈവത്തിൻ്റെ കണ്ണുകളിലേക്ക് കണ്ണുകൾ ഉയർത്തി നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ എൻ്റെ കണ്ണുകൾ പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശം ഭൂമിയും സൃഷ്ടിച്ച യഹോവയിൽ നിന്നാകും. ആ സഹായം വരുന്ന പർവ്വതത്തിലേക്ക് നോക്കിക്കൊണ്ട് നമ്മുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ഒക്കെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അവൻ വീരനാം ദൈവമാണ്, അത്ഭുത മന്ത്രിയാണ്, സമാധാനത്തിന് പ്രദമാണ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ആരെയും അവൻ ഉപേക്ഷിക്കുകയില്ല. അത് ജീവിതത്തിൽ ഒരിക്കൽ കൂടെ ജീവിച്ചറിയുവാൻ തക്കവണ്ണം ഈ രാത്രി നമ്മളെ സഹായിക്കുന്നതിനായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ശ്രീയേശുനാമം അതിശയനാമം, ഏഴനിക്കുംബനാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏഴനിക്കുംബനാമം. എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ മുഴങ്കാലും മടങ്ങും തന്തിരു മുൻപിൽ വല്ലഭത്വമുള്ള നാമം. എല്ലാ മുഴങ്കാലും മടങ്ങും തന്തിരു മുൻപിൽ വല്ലഭത്വമുള്ള നാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏഴനിക്കുംബനാമം.
സ്തോത്രം 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 സ്തോത്രം. സ്നേഹിതയായ ഞങ്ങളുടെ സ്വർഗ്ഗസ്വപിതാവാം ദൈവമേ, അവിടുത്തെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. ഈ മഹാകൃതിയുടെ നടുവിൽ കർത്താവെ, ആശ്വാസദായകനായി സൗഖ്യദായകനായി ഇത്രത്തോളം ഞങ്ങളെ പരിപാലിച്ച എല്ലാ കൃപകൾക്കായിട്ട് സ്തോത്രം. അവിടുത്തെ പരിപാലനങ്ങൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. കർത്താവെ, നീ ഞങ്ങളുടെ കൂടാരങ്ങൾക്ക് കാവൽക്കാരനായിരുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സൂക്ഷിച്ചു, കുടുംബങ്ങളെ സൂക്ഷിച്ചു. ഇത്രത്തോളം ഞങ്ങളെ പരിപാലിച്ച അവിടുത്തെ എല്ലാ വാത്സല്യങ്ങൾക്കായിട്ട് സ്തോത്രം. എന്നാൽ കർത്താവെ, വീണ്ടും ഇതിൻ്റെ വ്യാപനം വർദ്ധിക്കുമ്പോൾ അവിടുത്തെ പാദപീഠത്തിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കുകയാണ്. അങ്ങ് തന്നെ കർത്താവെ വിടുവിക്കുകയും രക്ഷിക്കുകയും ചെയ്യുന്ന ദൈവമായിരിക്കാൻ നന്ദിയോടെ സ്തോത്രം. ഈ രാത്രി ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. അടിയങ്ങളുടെ കൂടാരങ്ങൾക്ക് അവിടുത്തെ കാവൽക്കാരനായിരിക്കണമേ. അടിയങ്ങളെ കാവൽ ചെയ്യണമേ. ഈ മഹാമാരിയുടേതായിട്ടുള്ള വ്യാപനത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമെന്ന് അവിടുത്തെ സ്നേഹത്തോടെ ഞങ്ങൾ കൃത്യമായിട്ട് പ്രാർത്ഥിക്കുന്നു. ക്യാൻസർ രോഗികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്ക് ആശ്വാസമായിരിക്കണമേ. ശരീരത്തിൻ്റേതായിട്ടുള്ള പലവിധ വ്യാകുലങ്ങളാലും വേദനകളാലും വന്നിരിക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങ് അവരെ വിടുവിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് അവിടുത്തെ സ്നേഹത്തോടെ ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ കർത്താവെ, ജീവിതയാത്ര മുൻപോട്ട് പോകാൻ കഴിവില്ലാത്ത എല്ലാവരും അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുകയാണ്. ജോലി നഷ്ടപ്പെട്ടവരെയും ജോലി ഇല്ലാത്തവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ശമ്പളം വെട്ടിക്കുറച്ചവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരോട് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് തന്നെ അതിന് വിടുതലായി പ്രവർത്തിക്കണമെന്ന അങ്ങയുടെ സ്നേഹത്തോടെ ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ സർവ്വ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവെ, കുഞ്ഞുങ്ങളില്ലാതിരിക്കുന്ന ദമ്പതികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, നീ അവരോട് കരുണ ചെയ്യണമേ. വിവാഹപ്രായത്തെയിട്ടും കഴിഞ്ഞിട്ടും വിവാഹം നടക്കാതിരിക്കുന്ന കർത്താവ്യോ തലമുറയോ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങ് അവിടെ പ്രവർത്തിക്കണമെന്ന് അവിടുത്തെ സ്നേഹത്തോടെ ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ കോവിഡിന് വേണ്ടിയിട്ട് കർത്താവെ പ്രവർത്തിക്കുകയും അതിന് വേണ്ടിയിട്ട് ബന്ധപ്പെടുകയും ബുദ്ധിമുട്ടുകയും ചെയ്യുന്ന എല്ലാ സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെ ശുശ്രൂഷിക്കുന്നവരോർത്ത് പ്രാർത്ഥിക്കുന്നു. നീ അവരെയൊക്കെ നിൻ്റെ അഗ്നികവയത്താൽ സൂക്ഷിച്ച് ഒരു രോഗവും വരാതെ അവരെ പരിപാലിക്കണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് 23 ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന ലോകത്തിൻ്റെ നാനാ രാജ്യങ്ങളിലുള്ള അനേക കാര്യങ്ങളെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുകയാണ്. അങ്ങ് അവർക്ക് കാവലും കോട്ടയുമായി വഴി നടത്തണമേ. അവരുടെ കൂടാരങ്ങൾക്ക് കാവൽക്കാരനായിരിക്കണമേ. അടിനെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങ് ഏഴയിലും അങ്ങയിലെ കൊണ്ട് സൂക്ഷ്മമായിപ്പാൻ തക്കവണ്ണം ദൈവമേ സഹായിക്കണമെന്ന് അങ്ങയുടെ സ്നേഹത്തോട് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം നീ ഉള്ളങ്കയിൽ സൂക്ഷിച്ച കൃപകൾക്കായിട്ട് സ്തോത്രം. അവിടുത്തെ നാമം മഹത്വപ്പെടുവാൻ കൂടുതലായി അടിയങ്ങളെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് യേശുവിനെ അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കുമാറാണമേ. ആം. കർത്താവ് പ്രിയ സഹോദരങ്ങളെ, മനുഷ്യ ജീവിതത്തിൻ്റെ നിലനിൽപ്പിന് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഘടകങ്ങളിൽ ഒന്നാണ് വെളിച്ചം. വെളിച്ചമില്ലാതെ ലോകത്തിന് മുൻപോട്ട് പോകുവാൻ സാധ്യമല്ല. നാം വെളിച്ചത്തെ കൃത്രിമമായിട്ട് സൃഷ്ടിച്ച് മുൻപോട്ട് പോകുന്ന അവസ്ഥയിലാണ്. വൈദ്യുതി വെളിച്ചം രാത്രി പ്രകാശമയമാക്കുവാൻ നമുക്ക് ഇലക്ട്രിസിറ്റിയുടെ സഹായമുണ്ട്. ഈ വെളിച്ചത്തെ അതിൻ്റെ പ്രാധാന്യത്തിൽ കാണുവാൻ നമുക്ക് കഴിയുന്നില്ല. കാരണം ലോകമെമ്പാടും സദാ വെളിച്ചം പകർന്നുകൊണ്ടിരിക്കുന്നത് അത്യുന്നതനായ ദൈവമാണ്. നമുക്കറിയാം, ഏതെങ്കിലും കാരണം കൊണ്ട് ഇലക്ട്രിസിറ്റി ഫെയിലായി കഴിഞ്ഞാൽ നമ്മൾ ആ രാത്രി ഇരുട്ടിലാണ്. വളരെ പ്രയാസമുള്ള കാര്യമാണ്. അപ്പോഴാണ് വാസ്തവത്തിൽ വെളിച്ചത്തിൻ്റെ വില നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദൈവം വെളിച്ചമാണ്. ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച ശേഷം, ആകാശഭൂമി സൃഷ്ടിച്ചതിന് ശേഷം ദൈവം ആദ്യമായി ഉച്ചരിക്കുന്ന വാക്ക് വെളിച്ചം ഉണ്ടാകട്ടെ എന്നാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 3-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയും. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെളിച്ചം ഉണ്ടായി. വെളിച്ചം ഉണ്ടായി. യെസ്. Then God said, Let there be light. Let there be light. And there was light. There was light. Many a time we don't recognize or realize the importance of light. You see, we use artificial lights to make our nights as days. So we realize and recognize that only when there is a failure in the electricity. We do not know how important the light is. The whole universe is lit by the Almighty God. It is God who had created light. After the creation of heaven and earth, the very first word uttered by God is, "Let there be light." And there was light. ഉച്ചരിച്ച ആദ്യത്തെ വാക്ക് വെളിച്ചത്തെ സൃഷ്ടിച്ചുകൊണ്ടാണ്. And
In the 4th verse we see, And God saw the light, and God saw the light, that it was good, it was good. and God divided the light And God divided the light from the darkness. from the darkness. വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. ദൈവം വെളിച്ചത്തെ ഇരുളിൽ നിന്ന് വേർതിരിച്ചു. ദൈവം വെളിച്ചത്തെ ഇരുളിൽ നിന്ന് വേർതിരിച്ചു. അപ്പോൾ ഇരുളും വെളിച്ചവും സമ്മിശ്രമായിരുന്നു. വെളിച്ചത്തെ സൃഷ്ടിച്ച ദൈവം വെളിച്ചത്തെ ഇരുളിൽ നിന്ന് വേർതിരിച്ചു. വെളിച്ചത്തെ പകലെന്നും ഇരുളിനെ രാത്രിയെന്നും ദൈവം വിഭജിക്കുകയാണ്. ആദ്യത്തെ അധ്യായത്തിൽ 10ലധികം പ്രാവശ്യം വെളിച്ചത്തെക്കുറിച്ച് ദൈവം കൽപ്പിക്കുന്നുണ്ട്. More than 10 times he speaks about the light. God himself is light. You see? And he has given us that light. If you could read Exodus chapter 13 verse 21. യഹോവയാം ദൈവമാണ് വെളിച്ചം, അവർ രാവും പകലും യാത്ര ചെയ്യുവാൻ തക്കവണ്ണം അവർക്ക് വഴി കാണിക്കേണ്ടതിന് പകൽ മേഘസ്തംഭത്തിലും രാത്രിയിൽ അവർക്ക് വെളിച്ചം നൽകേണ്ടതിന് അഗ്നിസ്തംഭത്തിലും യഹോവ അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. ഇസ്രായേൽ മക്കളുടെ കനാൻ യാത്രയിൽ അവർക്ക് രാത്രിയും പകലും ഒരുപോലെ യാത്ര ചെയ്യണമെങ്കിൽ അവർക്ക് വെളിച്ചം ആവശ്യമായിരുന്നു. പകൽ വെളിച്ചമുണ്ടെങ്കിലും ആ പകൽ വെളിച്ചത്തിൽ യാത്ര ചെയ്യണമെങ്കിൽ അവർക്ക് തണൽ ആവശ്യമായിരുന്നു. അതികഠിനമായ ചൂടാണ്. അപ്പോൾ ആ വലിയ ചൂടിൽ അവിടെ അവർക്ക് മീതെ യഹോവ പകൽ സ്തംഭമായിട്ടാണ് ആ വെളിച്ചത്തിൽ നയിച്ചിരുന്നത്. മാത്രമല്ല രാത്രിയിൽ അവർക്ക് വെളിച്ചമായിട്ട് അഗ്നിസ്തംഭമായിട്ടാണ് അവരെ നയിച്ചത്. അപ്പോൾ ദൈവം വെളിച്ചമാണ്. ആ വെളിച്ചമാണ് നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. നാം 1 യോഹന്നാൻ 1-5 വായിക്കുമ്പോൾ ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ടൊട്ടുമില്ല എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന സന്ദേശമാകുന്നു. അതെ, അവന് ഇരുട്ടൊട്ടുമില്ല. ഈസ് ലൈറ്റ്. Could you read the other verse, Exodus chapter 13 verse 21? And the Lord went before them by day in a pillar of cloud to lead the way, and by night in a pillar of fire to give them light, so as to go by day and night. So he was leading them, the children of Israel, in their 40 years of sojourn in the desert. He was leading them as light. He himself was light. We find St. John telling us he is light. This is the message which we have heard from him and declare to you that God is light, and in him is no darkness at all. There is no darkness at all. അവൻ വെളിച്ചമാണ്, അവൻ ഇരുട്ടൊട്ടുമില്ല. കർത്താവ് യേശുക്രിസ്തു ലോകത്തിലേക്ക് കടന്നു വന്നു കഴിയുമ്പോഴും കർത്താവ് എന്താണ് പറയുന്നത്? യോഹന്നാന്റെ സുവിശേഷം 8-12 വായിക്കുമ്പോൾ യേശു പിന്നെയും അവരോട് സംസാരിച്ചത് ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും എന്ന് പറഞ്ഞു. I am the light of the world. He who follows me shall not walk in darkness, but have the light of life. So anybody following Jesus Christ is having light, because Jesus himself is light. So he will have the light of life. യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്നവൻ അപ്പോൾ വെളിച്ചത്തിൽ നിറഞ്ഞവനാണ്. കാരണം അവൻ വെളിച്ചത്തെ അനുഭവിക്കുന്നു, അവൻ വെളിച്ചമായിട്ട് മാറുകയാണ്. അതോടൊപ്പം തന്നെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-14 വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയും, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണത്തിന് മറഞ്ഞിരിക്കുവാൻ കഴിയുകയില്ല. കർത്താവ് തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ തന്നെ കേൾക്കുവാൻ വന്ന 100 കണക്കിന് ജനങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകും. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്, എന്നെ അനുഗമിക്കുന്നതിനൊക്കെയും വെളിച്ചത്തിലിരിക്കുന്നുവെന്ന് പറഞ്ഞ കർത്താവ് തന്നെ കേൾക്കുവാനായിട്ട് വന്നിരിക്കുന്ന ആ വലിയ ജനതയോട് പറയുകയാണ്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. മലമേൽ വെച്ചിരിക്കുന്ന പട്ടണത്തിന് മറഞ്ഞിരിക്കുവാൻ കഴിയുകയില്ല. യെസ്,
You are the light of the You world. are the light of the world. A city that is set on a hill A city that is set on a hill cannot be hidden. cannot be hidden. So when you have come here to listen to me, remember that you are the light of the world. You are my followers. Any follower of Jesus for that matter, Jesus says, he is the light of the world. They should be able to radiate the light of Jesus Christ to the world. യേശു ക്രിസ്തുവിൻ്റെ വെളിച്ചം അവൻ ലോകത്തിലേക്ക് പ്രകാശിപ്പിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നെന്ന് പറയുമ്പോൾ കൂരിൽ നിറഞ്ഞ ഒരു ലോകത്തിലേക്കാണ് കർത്താവ് തൻ്റെ അനുയായികളെ അയക്കുന്നത്, തൻ്റെ അനുയായികളെ ആക്കി വയ്ക്കുന്നത്. അപ്പോൾ അവർ വെളിച്ചങ്ങളായി അനേകരെ കർത്താവിങ്കിലേക്ക് നയിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് അവൻ നമ്മെ വെളിച്ചങ്ങളാക്കി മാറ്റുന്നത്. എങ്ങനെയാണ് ഈ വെളിച്ചമായിട്ട് തീരുന്നത്? നാം വെളിച്ചമാകണമെന്ന് പറയുന്നു. എങ്ങനെയാണ്? ടോർച്ചടിച്ചാണോ വെളിച്ചമാകുന്നത്? അതോ മറ്റ് യാന്ത്രികമായ സംവിധാനങ്ങൾ കൊണ്ടാണോ നാം വെളിച്ചമായി മാറുന്നത്? വെളിച്ചമാകുവാനുള്ള ഒരു മാർഗം കർത്താവ് പറയുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 16-ാം വാക്യത്തിൽ, അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവർത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. Yes. Let your light so shine before men, that they may see your good works, and glorify your Father in heaven. So, if you think that you should be the light, Jesus says that you are the light of the world. And how will you manifest this light? You have to manifest it by our good works, so that it will glorify our God in heaven. It's our works that are manifesting the light in us, the light of Jesus Christ. It's our works that take us to the people who are in darkness. Only then can they see the glory of the Father through our doings, through our works. നമ്മുടെ പ്രവർത്തികൾ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടുമാണ് ഈ വെളിച്ചമാകുന്ന ദൈവത്തെ ലോകത്തിന് കാണിച്ചു കൊടുക്കുവാൻ കഴിയുന്നത്. ബാഹ്യമായിട്ടുള്ള ചില വെളിച്ചം കത്തിച്ചാൽ കാണുവാൻ സാധ്യമല്ല. അലങ്കാര ദീപങ്ങളിട്ടാൽ വെളിച്ചത്തെ മനസ്സിലാക്കുവാൻ കഴിയുകയല്ല. പിന്നെയോ നിങ്ങളുടേതായിട്ടുള്ള നല്ല പ്രവർത്തികൾ, അതാണ് ദൈവത്തിൻ്റെ വെളിച്ചത്തെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ കഴിയുന്നത്. Your good works, that's very important. It's not some illumination that you are going to make in your church, or it's not going to create any changes at all. It's not some big light you are going to make in the name of God that is going to show that the God is light. No, it's your good works that are important. It is your good works that will manifest the glory of God, the light of God in you, so that people can experience God through your good works. And Jesus tells them a parable through which he tries to make them understand what exactly are the good works. You see, each of us may have so many thoughts about good works. Well, Jesus points out to a particular incident. Rather, it must be an incident that had happened, but Jesus talks to them as a parable. ഈ നല്ല പ്രവൃത്തികൾ എന്താണ്? നമ്മളെ ഓരോരുത്തരെയും സംബന്ധിച്ച് നല്ല പ്രവൃത്തികൾക്ക് പല മാനങ്ങളുണ്ട്. ഞാൻ നല്ലതെന്ന് കരുതുന്നത് മറ്റൊരാൾക്ക് നല്ലതാണെന്ന് തോന്നണമെന്നില്ല. നാം നല്ലതെന്ന് ചിന്തിക്കുന്നത് മറ്റൊരുവൻ അംഗീകരിക്കണമെന്നില്ല. പ്രത്യേകിച്ച് ഈ കോവിഡ് മഹാമാരിയുടെ കാലഘട്ടത്തിൽ നല്ല പ്രവൃത്തികൾ എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിൻ്റെ വെളിച്ചമായി പ്രശോഭിക്കുന്ന, ക്രിസ്തുവിൻ്റേതായിട്ടുള്ള അനുയായിട്ട് പ്രശോഭിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, നിൻ്റെ ജീവിതത്തിൽ യേശുവിൻ്റെ വെളിച്ചം മറ്റുള്ളവരിലേക്ക് പകരുവാൻ തക്കവണ്ണം
നിൻ്റെ നല്ല പ്രവൃത്തികൾ മുഖാന്തരമാണ്. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. നാം ലോകത്തിൻ്റെ വെളിച്ചമായി യേശു ക്രിസ്തുവിൻ്റെ സാക്ഷികളായിട്ട് മുൻപോട്ട് പോകുന്നത് പ്രസംഗങ്ങൾ കൊണ്ടല്ല, പിന്നെ പ്രവൃത്തികൾ കൊണ്ടാണ്. കർത്താവ് അത് വളരെ വ്യക്തമായിട്ട് സൂചിപ്പിക്കുകയാണ്. നല്ല പ്രവൃത്തികളാണ് നിങ്ങളെ അവൻ്റെ സാക്ഷികളാക്കി മാറ്റുന്നത്. യേശുവിൻ്റെ വെളിച്ചം അനേകർക്ക് അനുഭവപ്പെടുവാൻ കഴിയണമെങ്കിൽ അവരുടെ കഷ്ടങ്ങളിലേക്കും നഷ്ടങ്ങളിലേക്കും വേദനകളിലേക്കും രോഗങ്ങളിലേക്കും യാതനകളിലേക്കും ബുദ്ധിമുട്ടുകളിലേക്കും ഇറങ്ങിച്ചെല്ലണം. പൻസാര വാക്ക് പറഞ്ഞ് പുഞ്ചിരിക്കുന്നതല്ല സുവിശേഷ വേല. അനേകരുടെ കഷ്ടങ്ങൾ ഏറ്റെടുക്കുവാനുള്ള സന്മനസ്സുണ്ടാകണം. അനേകരുടെ വേദനകൾ വഹിക്കുവാനുള്ള മനസ്സുണ്ടാകണം. ദൈവത്തിൻ്റേതായിട്ടുള്ള വെളിച്ചം അനേകിലും പകരുവാൻ കഴിയണമെങ്കിൽ അത് അത്യന്താപേക്ഷിതമാണ്. അത് സാധ്യമാകുന്നത് നമ്മുടെ നല്ല പ്രവർത്തികൾ കൊണ്ടാണ്. അപ്പോൾ ഗുഡ് വർക്ക്സ് ഈസ് വാട്ട് ഷുഡ് മാനിഫെസ്റ്റ് the light of the Almighty God in us. They should be able to experience the power of the love of Jesus Christ. How? By our good works. See, good works will have different dimensions in different people. But Jesus narrates a parable so that we can truly understand what exactly we can do for Jesus. If you could read Luke chapter 10 verse 30. അതിന് യേശു ഉത്തരം പറഞ്ഞത്, ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. Then Jesus answered and said, a certain man went down from Jerusalem to Jericho and fell among thieves. There are so many things we have to understand about this parable. You know, there's a distance of 18 miles from Jerusalem to Jericho. Many a time when we go for the Holy Land pilgrimage, we go through Jericho to Jerusalem. So it's a very familiar place. And even now it's not an inhabited place. Lot of jungles, lot of steep roads. It's 18 miles. And from Jerusalem, it's on a mount. Jericho is 3,000 feet below Jerusalem. So it's a steep path to come to Jericho. In ancient times, during the times of Jesus, a lot of cliffs. There are no proper roads, jungles all around. So it's very difficult for a traveler to come from Jerusalem to Jericho. And full of robbers. So if anybody wanted to travel from Jerusalem to Jericho or vice versa, they will hire bodyguards to go with them because they should not be attacked by robbers or they should not be harmed by robbers. ഏതാണ്ട് 3000 അടി താഴ്ചയിലാണ് ജെറിക്കോ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുവാൻ തക്കവണ്ണം കഴിയേണ്ടതിന് പലപ്പോഴും യാത്രക്കാർ അവരെ കാവൽ ചെയ്യുന്നതിന് കാവൽക്കാരെ കൂടെ കൂട്ടിയാണ് പോകുന്നത്. കാരണം ഇന്നും നാം ചെല്ലുമ്പോഴും ഈ പാത ഭയങ്കരമായിട്ടുള്ള ഒരു ഗതാഗത സഞ്ചാരമുള്ള പാതയല്ല, കാടുകൾ കൂടെയൊക്കെയുള്ള പാതയാണ്. അന്നത്തെ കാലത്ത് അതിലപ്പുറമായ കാര്യമാണ്. ശരിയായ റോഡില്ല, പാറക്കൂട്ടത്തിനിടയിലൊക്കെയാണ് പോകേണ്ടത്. അപ്പോൾ അവിടെ എല്ലാം കള്ളന്മാർ ഒളിച്ചിരിപ്പുണ്ട്. അപ്പോൾ അവരിൽ നിന്ന് സുരക്ഷ നേടുവാൻ തക്കവണ്ണം ആവശ്യമായ സന്നാഹങ്ങളോടുകൂടിയാണ് യാത്രക്കാർ പോകുന്നത്. അപ്പോൾ യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയുടെ കാര്യമാണ് കർത്താവ് ഈ ഉപമയിൽ പ്രതിപാദിക്കുന്നത്. അതിൻ്റെ 30-ാം വാക്യം വായിച്ചാട്ടെ. ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അവൻ അകപ്പെട്ടു. അവർ അവന്റെ വസ്ത്രം ഉരിഞ്ഞ് മുറിവേൽപ്പിച്ചു അർത്ഥപ്രാണനായി അവനെ വിട്ടിട്ട് പോയി കളഞ്ഞു. അപ്പോൾ 3 കാര്യങ്ങളാണ്. ഈ യാത്രക്കാരനെ കള്ളന്മാർ ആക്രമിച്ചു. അവൻ്റെ വസ്ത്രങ്ങളെല്ലാം ഉരിഞ്ഞെടുത്ത് അവൻ നഗ്നനാണ്. ഈ ആക്രമണത്തിൽ അവന് മുറിവേറ്റു. അവൻ അർത്ഥപ്രാണനാണ്, മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ജീവനുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് അവൻ്റെ അവസ്ഥ. Could you read that
a certain man went down from went Jerusalem down from Jerusalem to Jericho to Jericho and fell among thieves, and fell among thieves, who stripped him of his clothing, who stripped him of his clothing, wounded him, and departed, departed, leaving him half dead. leaving him half dead. So the man is lying down in the road to Jericho. He's half dead. He's naked because the robbers have stripped him off, taken away all his clothes. And in the attack, he is wounded. That's what he's dying. Nobody need to bother about a man lying down like this on the road. Because we know in those times there are no highway patrols or ambulances. Only if somebody shows compassion, they can save. Otherwise, the person will be left there and will be dead. And we find that a priest was coming that way from Jerusalem. Verse 31, now by chance, A certain priest came down that road, down that road. and when he saw him, he passed by on the other side. he passed by on the other side. Yes. ആ വഴിയിലൂടെ ആ വഴിയിലൂടെ യാദൃച്ഛികമായ ഒരു പുരോഹിതൻ വന്ന് യാദൃച്ഛികമായ ഒരു പുരോഹിതൻ വന്ന് അവനെ കണ്ടിട്ട് മറുവശത്തുകൂടി കടന്നുപോയി. മറുവശത്തൂടെ കടന്നുപോയി. ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നവരാണ് പുരോഹിതന്മാർ. ഈ പുരോഹിതൻ അതേ പാതയിൽ വരികയാണ് എന്ന് പറയുമ്പോൾ യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്കുള്ള പാതയിലൂടെ അവൻ വരികയാണ്. ദേവാലയത്തിലെ ശുശ്രൂഷകളൊക്കെ പൂർണ്ണമാക്കിക്കൊണ്ട് യെരിഹോവിലേക്ക് മടങ്ങുകയാണ്. യെരുശലേം ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്തിരുന്ന ഏതാണ്ട് 20,000-ലധികം പുരോഹിതന്മാരും ലേവ്യരുമൊക്കെ താമസിച്ചിരുന്നത് യെരിഹോവിലാണ്. അപ്പോൾ പുരോഹിതൻ വരുന്ന വഴിയിൽ ഈ മനുഷ്യനെ കാണുകയാണ്. അർദ്ധപ്രാണനായി കിടക്കുന്ന മനുഷ്യൻ, നഗ്നനായി കിടക്കുന്ന മനുഷ്യൻ. നമുക്കറിയാം, തെരുവീതിൽ ഒരുവൻ നഗ്നനായി കിടന്നാൽ അവൻ്റെ യാതനയും വേദനയും എത്രമാത്രമാണ്. മുറിവേറ്റ് രക്തമെല്ലാം വാർന്നു കിടക്കുകയാണ്. പക്ഷേ പുരോഹിതൻ എന്താണ് ചെയ്തത്? അവൻ ആ പാത വിട്ട് മറുപാതയിലേക്ക് കയറി യാത്ര തുടരുകയാണ്. ഒരുപക്ഷെ ഇവൻ മരിക്കുകയാണെങ്കിൽ പുരോഹിതൻ അവനെ സ്പർശിച്ചാൽ പുരോഹിതൻ അശുദ്ധനാകും. അങ്ങനെ ഒരു കാരണമാകാം. എൻ്റെ ജോലി ഇപ്രകാരം കിടക്കുന്നവരെ ശുശ്രൂഷിക്കുന്നതല്ല. ഞാൻ ദൈവത്തിൻ്റെ വേല പൂർത്തീകരിച്ചിട്ട് മടങ്ങി വരുന്ന വ്യക്തിയാണ്. ഇപ്രകാരം റോഡിൽ കിടക്കുന്നവനെ ശുശ്രൂഷിക്കാനല്ല ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത് എന്നൊരു പക്ഷേ അവൻ ചിന്തിച്ചു കാണും. ഈ വഴിയിൽ കിടക്കുന്ന ഹതഭാഗ്യന് എന്തെങ്കിലും ചെയ്യുവാൻ ആ പുരോഹിതന് മനസ്സ് വന്നില്ല. You see, a priest came that way. He also was on his way from Jerusalem to Jericho. He saw this man, but he never bothered about it. He changed his path. That means he went to the other side and he continued his journey. He never thought it a responsibility to look after this wounded man. This man who was dying, who was lying there naked. As for him, he was a priest offering sacrifices for the Almighty God. And beyond that, there is nothing he thought of. He was unable to think about the creations of the Almighty God. He failed to shower the love of God to his people. Today we find many such in our day-to-day life. In this COVID crisis, so many are helpless. So many are suffering. So many are in need of so many things. But many a time we feel it is not our responsibility. But as a child of God, you have got a grave responsibility to look into these things. May I remind you? You know, the priest is doing a very honorable job for God. He is directly responsible for his relationship to God. He is offering him sacrifices, a very high standing before God. But we find he is failing in his responsibilities because he failed to recognize a creation of God
he failed to recognize a man who was dying. He could not shower the love of the Almighty God on this person. പുരോഹിതന് ന്യായമായിട്ടും പറയാൻ അനേക കാര്യമുണ്ട്. അത് ഇതെൻ്റെ ചുമതലയിൽപ്പെടുന്ന കാര്യമല്ല. ഞാൻ ദേവാലയത്തിൽ പോയി യാഗങ്ങളൊക്കെ അർപ്പിച്ച് ക്ഷീണിതനായിട്ട് മടങ്ങി വരുന്ന വ്യക്തിയാണ്. എന്നെ ദൈവം വിളിച്ചിരിക്കുന്നത് പൗരോഹിത്യ വൃത്തിയിലേക്കാണ്. ഞാനത് ചെയ്തു, ഞാൻ മടങ്ങി വരികയാണ്. ഈ റോഡിൽ കിടക്കുന്നവനെ ശുശ്രൂഷിക്കുന്നത് എൻ്റെ ചുമതലയിൽപ്പെടുന്ന കാര്യമല്ല. കരുണ എന്നുള്ളത് അവൻ്റെ നിഘണ്ടുവിലില്ല. ഈ മനുഷ്യനെ തൊടാൻ പോലും കൂട്ടാക്കാതെ അർദ്ധപ്രാണനായിട്ട് കിടക്കുന്ന ഈ മനുഷ്യനോട് കരുണ കാണിക്കുവാൻ കഴിയാതെ അവൻ്റെ പാത മാറ്റിപ്പോവുകയാണ്. പലപ്പോഴും നമ്മുടെ ആത്മീയ യാത്രയിൽ ഈ കോവിഡ് മഹാമാരിയുടേതായിട്ടുള്ള കഷ്ടതകളുടെ നടുവിൽ നട്ടം തിരിയുന്ന ഒരുപാട് പേരുണ്ടാവും. നമുക്കറിയാവുന്ന എത്രയോ പേരുണ്ടാവും. എത്ര പേരെ നമുക്ക് സഹായിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്, സഹായം വേണമെന്ന് ചോദിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നാം ചിന്തിച്ച് നോക്കണം. പലപ്പോഴും ഈ പുരോഹിതനെ പോലെ പാദം മാറ്റി നാം മുൻപോട്ട് പോവുകയാണ്. കഷ്ടത്തിലുള്ളവരെ കടന്നുകൊള്ളട്ടെ, നമ്മുടെ ഉത്തരവാദിത്തമല്ല. നമുക്ക് അതിൻ്റെ ഉത്തരവാദിത്തം വേറെ പലരെയും പറഞ്ഞേൽപ്പിക്കുവാനായിട്ട് കാണും. പക്ഷേ എൻ്റെയും നിങ്ങളുടെയും ഈ ആത്മീയ യാത്രയിൽ നമുക്കൊരു വലിയ ഉത്തരവാദിത്തമുണ്ട്. യേശുവിൻ്റെ സ്നേഹം പകരുവാൻ, യേശുവിൻ്റെ സ്നേഹത്തിൽ കോരിയെടുക്കുവാൻ, യേശുവിൻ്റെ നാമത്തിൽ ശുശ്രൂഷിക്കുവാൻ ഒരു വലിയ ദൗത്യമുണ്ട്. പുരോഹിതനത് മനസ്സിലായില്ല, അവൻ മുൻപോട്ട് പോയി. ആൻഡ് ദ നെക്സ്റ്റ് വേഴ്സ് യു സീ, അടുത്ത വാക്യം വായിക്കുമ്പോൾ, അങ്ങനെ തന്നെ ഒരു ലേവ്യനും ആ സ്ഥലത്തെത്തി. അവനെ കണ്ടിട്ട് മറുവശത്തു കൂടി കടന്നുപോയി. കടന്നുപോയി. അവനും തൊടാൻ കൂട്ടാക്കിയില്ല. ഈ ലേവ്യരും പുരോഹിതനെല്ലാം ലേവി ഗോത്രത്തിൽപ്പെടുന്നവരാണ്. He's a Levite. Likewise, a Levite, when he arrived at the place, came and looked, and passed by on the other side. He came and looked. വന്നു നോക്കി എന്താ സംഭവം കണ്ടു. പക്ഷേ അവന് ഒന്നും ചെയ്യാതെ മറുവശത്തേക്ക് അവന് യാത്ര തുടരുകയാണ്. ലേവ്യ ഗോത്രത്തിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവരാണ് പുരോഹിതന്മാരും ലേവ്യരും. ലേവ്യര് ദേവാലയത്തിലെ പുരോഹിതന്മാരെ സഹായിക്കുവാൻ തക്കവണ്ണം ആക്കി വച്ചിരിക്കുന്ന ശുശ്രൂഷകരാണ്. അതെ, ധൂപം അർപ്പിക്കുവാനും മറ്റുള്ള ദേവാലയ ജോലികൾ ചെയ്യുവാൻ തക്കവണ്ണം ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നതാണ് ലേവ്യർ. അവരിൽ നിന്നാണ് പുരോഹിതന്മാരും ലേവ്യ ഗോത്രത്തിൽ തന്നെയുള്ളവരാണ്. അപ്പോൾ ഇവിടെ ഈ ലേവ്യനും വന്ന് നോക്കിയപ്പോൾ ഈ കിടക്കുന്ന മനുഷ്യനെ കണ്ടു. അവൻ ഒന്നും ചെയ്യാതെ അവന് അങ്ങേവശത്തോടുകൂടി അവന് യാത്ര തുടരുകയാണ്. ഇതെൻ്റെ ഉത്തരവാദിത്തമല്ല. ദൈവം എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ദേവാലയത്തിൻ്റെ ശുശ്രൂഷകൾ സഹായിക്കുവാനാണ്. പലപ്പോഴും നമ്മുടെ ആത്മീയ യാത്രകളിൽ നാം ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ വരുമ്പോൾ നാമും ഇങ്ങനെയുള്ള കാരണങ്ങൾ പറഞ്ഞ് കൈ കഴുകാറുണ്ട്. ഇതെൻ്റെ ഉത്തരവാദിത്തമല്ല. വേറെ എത്രയോ പേരുണ്ട്. ഗവൺമെൻറ് ഏജൻസീസ് ഉണ്ട്, സാമൂഹ്യ സംഘടനകളുണ്ട്, അങ്ങനെ വേറെ എത്രയോ പേരുണ്ട്. ഇതെൻ്റെ ഉത്തരവാദിത്തമല്ല എന്ന് പറയുമ്പോൾ തന്നെ ഓർത്തുകൊള്ളണം, മാനുഷികമായ ചിന്തയിൽ ലോകപ്രകാരം ഒരു ഉത്തരവാദിത്തമായിട്ട് നമുക്ക് കണക്കാക്കുവാൻ കഴിയുന്നില്ലെങ്കിലും ഒരു ദൈവത്തിൻ്റെ പൈതലെന്നുള്ള നിലയിൽ കർത്താവിൻ്റേതായിട്ടുള്ള വെളിച്ചം പകരുവാൻ തക്കവണ്ണം നമുക്ക് കഴിയണമെങ്കിൽ നമ്മളിൽ നിന്ന് നല്ല പ്രവൃത്തികൾ ഉരുത്തിരിയണം. ആ നല്ല പ്രവൃത്തികളാണ് യേശുവിൻ്റെ സ്നേഹം മറ്റുള്ളവർക്ക് തിരിച്ചറിയുവാൻ മുഖാന്തരം ഒരുക്കുന്നത്. ഈ പുരോഹിതനും ലേവ്യനും അവർ ദൈവത്തിൻ്റെ ഭക്തി മുറുകെ പിടിക്കുമ്പോൾ, ദൈവം അവർക്ക് നൽകിയ ഉത്തരവാദിത്തങ്ങളിൽ പിടിച്ചു നിൽക്കുമ്പോൾ അവർക്ക് സാധിക്കാതെ പോയൊരു കാര്യം, ദൈവത്തിൻ്റെ സ്നേഹം അവരുടെ പ്രവൃത്തികളിലൂടെ ഈ പാവപ്പെട്ട മരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന് അനുഭവമാക്കുവാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അവർ രണ്ടുപേരും പോയി. അടുത്തായിട്ട് നാം കാണുന്നത്, ഒരു ശമരിയാക്കാരൻ അതുവഴി പോകുമ്പോൾ അവന്റെ അടുക്കലെത്തി അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റ് രണ്ടുപേരും വന്നു, രണ്ടുപേരും കണ്ടു, പക്ഷേങ്കിൽ അവർ മുൻപോട്ട് പോയി. കാരണം അവർക്ക് മനസ്സലിവില്ലായിരുന്നു. രണ്ടുപേരും യഹൂദന്മാരാണ്,
പാരമ്പര്യം പറയുന്നത് ഈ കിടക്കുന്ന യാത്രക്കാരനും യഹൂദനായിരിക്കണം. പക്ഷേ അവർക്ക് ഈ യഹൂദൻ്റെ മേൽ പോലും മനസ്സലിവ് തോന്നിയില്ല. എന്നാൽ ഒരു ശമരിയാക്കാരൻ, യഹൂദന്മാർ ഏറ്റവും വെറുത്തിരുന്ന ജാതിയാണ് ശമരിയാക്കാരൻ. ഒരിക്കലും സ്വർഗരാജ്യം അവകാശപ്പെടുത്തില്ലെന്ന് പറഞ്ഞ് പുറന്തള്ളിയവരാണ്. യഹൂദന്മാരും ശമരിയാക്കാരും ബദ്ധശത്രുക്കളാണ്. അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ ആണ് ശമരിയാക്കാരൻ അതുവഴി വരുന്നത്. മറ്റ് രണ്ടുപേരെയും പോലെ മരണത്തോടടുത്തുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യനെ കണ്ടു. എന്നിട്ട് അവൻ്റെ മേൽ മനസ്സലിഞ്ഞു. മറ്റ് രണ്ടു പേർക്കും ഇല്ലാത്ത ഒരവസ്ഥയാണ് മനസ്സലിവ്. പലപ്പോഴും നല്ല പ്രവർത്തികൾ ചെയ്യുവാൻ നമുക്ക് കഴിയണമെങ്കിൽ നമുക്ക് മനസ്സലിവ് ഉണ്ടാകണം. മറ്റുള്ളവരുടെ അവസ്ഥയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുവാൻ കഴിയുമ്പോഴേ നമ്മൾ മനസ്സലിവ് ഉണ്ടാക്കുവാൻ സാധ്യമാകുകയുള്ളൂ. എൻ്റെ കാര്യങ്ങൾ മാത്രം ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്കൊരിക്കലും മനസ്സലിവ് ഉണ്ടാകുവാൻ സാധ്യമല്ല. എനിക്ക് മറ്റൊരാളെ സഹായിക്കാൻ കഴിയണമെങ്കിൽ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയണം. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയണമെങ്കിൽ എനിക്ക് അവരുടെ കാര്യങ്ങളെക്കുറിച്ചൊരു മനസ്സലിവ് ഉണ്ടാകണം. ഞാൻ എൻ്റെ കാര്യം മാത്രം, മറ്റുള്ളവരുടെ കാര്യം അവർ നോക്കിക്കൊള്ളട്ടെ, ചട്ടപ്പടി മാത്രമുള്ള കാര്യങ്ങൾ. അവിടെ മനസ്സലിവില്ല. ലേവ്യനും പുരോഹിതനും മനസ്സലിവില്ലായിരുന്നു. എന്നാൽ ഈ ശമരിയാക്കാരനുണ്ടായിരുന്ന വലിയ കാര്യം അവൻ്റെ മനസ്സലിവാണ്. എന്നിട്ട് അവൻ്റെ മൃഗത്തിൻ്റെ പുറത്തു നിന്ന് ഇറങ്ങി. എന്താണ് സംഭവിച്ചത്? അവൻ്റെ അടുത്ത് ചെന്നു, എണ്ണയും വീഞ്ഞും പകർന്നു. അവൻ്റെ മുറിവുകൾ വെച്ച് കെട്ടി. നോർക്കണം, ചോര വാർന്നുകൊണ്ട് അവിടെ കിടക്കുകയാണ്. അവൻ്റെ അടുത്തേക്ക് ഇറങ്ങി, അവൻ്റെ മൃഗത്തിൻ്റെ പുറത്തു നിന്ന് ഇറങ്ങി. എന്നിട്ട് അവിടെ നിന്ന് ഇവൻ്റെ മുറിവുകളൊക്കെ വെച്ച് കെട്ടുകയാണ്. ആ തെരുവീതിയിൽ നിന്നുകൊണ്ട് ഇവരെ മുറിച്ചു കെട്ടി, അവൻ്റെ എല്ലാവിധ മുറിവുകളും വെച്ച് കെട്ടി. എന്നിട്ട് അവനെ തൻ്റെ മൃഗത്തിൻ്റെ പുറത്ത് കയറ്റി ഒരു സത്രത്തിലേക്ക് കൊണ്ടുപോയി ശുശ്രൂഷിച്ചു. അപ്പോൾ എന്താ ചെയ്തത്? ഇറങ്ങാൻ മാത്രമല്ല, അവന് ചില വെള്ളം വീഞ്ഞ് വായിലിട്ട് ഒഴിച്ചു കൊടുക്കാം. ജീവൻ വന്നിട്ട് കർത്താവ് സൂക്ഷിച്ചോളും, പേടിക്കണ്ട, ഞാൻ പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞ് പോവുകയല്ല. അങ്ങനെയാണ് നമ്മൾ പലപ്പോഴും ചെയ്യുന്നത്. വല്ലവരെയും കളിപ്പിക്കണമെങ്കിൽ പ്രാർത്ഥിച്ചോളാം എന്ന് പറയുക, നമ്മുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് കുതിരിക്കളയുക. ശമരിയാക്കാരൻ അങ്ങനെയല്ലേ ചെയ്തത്? അവൻ ഇറങ്ങി, അവന് ദൈവം കൊടുത്തിരിക്കുന്ന ആ വലിയ അവസരം അവൻ തക്കത്തിൽ ഉപയോഗിച്ചു. ഞാൻ എൻ്റെ ശുശ്രൂഷയെ തന്നെ നോക്കുമ്പോൾ ദൈവം അനേകർക്ക് വലിയ അവസരങ്ങൾ കൊടുത്തിട്ട് വലിയ അവസരങ്ങളൊക്കെ പാഴാക്കി കളയുകയാണ്. ദൈവം അവസരങ്ങൾ ഒരിക്കലും നൽകുകയുള്ളൂ. കാരണം എന്തറിയാമോ? ഈ പാഴാക്കി കളയാനുള്ള കാരണം അവർ മറ്റുള്ളവരുടെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അവരുടേതായിട്ടുള്ള അവസ്ഥയെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുകയുള്ളൂ. ഇവിടെ ലേവ്യന് അവൻ്റേതായിട്ടുള്ള ഔദ്യോഗിക വൃത്തി, ദേവാലയത്തിൽ ധൂപർപ്പിക്കണം, പുരോഹിതന്മാരെ സഹായിക്കണം. പുരോഹിതനാണെങ്കിൽ ദൈവത്തിന് ആരാധന നടത്തണം, ദൈവത്തിന് യാഗങ്ങൾ അർപ്പിക്കണം. അങ്ങനെ അതിപരിശുദ്ധമായ ഡ്യൂട്ടി. ശമരിയാക്കാരനൊന്നുമില്ല. അവൻ ഇറങ്ങി, അവൻ്റെ മൃഗത്തിൻ്റെ പുറത്തു നിന്നിറങ്ങി വീഞ്ഞും എണ്ണയും വെച്ച് അവൻ്റെ മുറിവുകളൊക്കെ വെച്ച് കിട്ടി. എന്ന് മാത്രമല്ല, അവനെ എടുത്ത് തന്നെ മൃഗത്തിന്മേൽ വെച്ചു. എന്നിട്ട് നടക്കുകയാണ്. രണ്ടുപേരെ ഒരു മൃഗത്തിന് ചുമക്കുവാൻ സാധ്യമല്ല. ഈ മുറിവേറ്റ് തളർന്നവനെ ആ മൃഗത്തിന്മേൽ കിടത്തി ശമരിയാക്കാരൻ നടക്കുകയാണ്. ത്യാഗത്തിൻ്റെ മനോഭാവം ഒരുവനെ രക്ഷിക്കുവാൻ തക്കവണ്ണം കഴിയണമെങ്കിൽ ത്യാഗമുണ്ടാകണം, ത്യാഗം സഹിക്കുവാൻ മനസ്സുണ്ടാകണം. ഇവിടെ അതാണ് നാം ശമരിയാക്കാരനെ കാണുന്നത്. ആ മനുഷ്യനെ മൃഗത്തിന്മേൽ കിടത്തി അവൻ നടക്കുകയാണ്. ആ തെരുവീതിയിൽ നാം നോക്കുമ്പോൾ യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്കുള്ള വീതിയിൽ അനേക സത്രങ്ങളൊന്നുമില്ല. സത്രങ്ങൾ എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ സത്രങ്ങൾ കാണുന്നതുവരെയും ഇവരെയും ചുമന്നുകൊണ്ട് അവൻ മൃഗത്തോടൊപ്പം നടക്കുകയാണ്. എത്ര മഹത്തായ ഒരു മാതൃകയാണ്! വാസ്തവമായി അവനെ രക്ഷിക്കണമെന്നുള്ള ആഗ്രഹം. നമ്മളിന്ന് പലർക്കും പലതും നീട്ടിക്കൊടുക്കും, പിച്ച കൊടുക്കുന്നത് പോലെ. അവരെ രക്ഷിക്കണമെന്നോ അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുകയല്ല ചെയ്യുന്നത്. കടമയുടെയും മറ്റുള്ള ചില ഉത്തരവാദിത്തങ്ങളും ചെയ്യുന്നു. അനുഗ്രഹങ്ങൾ വാങ്ങിക്കാൻ സാധ്യമല്ല. ഇവിടെ ഇവനാണെങ്കിൽ അവനൊരു ചുമതലയുടെ പ്രോസസ്സിലല്ല ചെയ്യുന്നത്, ആരും അവനെ നിർബന്ധിച്ചിട്ടല്ല ചെയ്യുന്നത്. അവനൊരു ഉത്തരവാദിത്തമുണ്ട്. ഇവനെ രക്ഷിക്കണം, എങ്ങനെയായാലും അവൻ എന്ത് നഷ്ടം വന്നാലും രക്ഷിക്കണം. അവൻ ആ മൃഗത്തെ എൻ്റെ പുറത്ത് ആ മനുഷ്യനെ ഇട്ടുകൊണ്ട് സത്രത്തോളം ചെന്നു.
എന്നിട്ട് എന്താ സംഭവിച്ചത്? സത്രത്തിൽ ചെന്ന് പിറ്റേന്നാൾ അവൻ പുറപ്പെടണം നിർത്ത് എന്ന് പറയുമ്പോൾ സത്രത്തിൽ കൊണ്ട് എറിഞ്ഞു കളഞ്ഞിട്ട് പോവുകയല്ലേ ചെയ്തത്? ആട്ട് സഹോദര, ഞാൻ ഇത്രയൊക്കെ ചെയ്തു, ഇനി നീ മരിക്കത്തില്ല, എല്ലാം കാര്യം സത്രക്കാരോട് ഞാൻ ഇനിയും വരുമ്പം കണ്ടോളാം. അല്ല, സത്രത്തിൽ കൊണ്ടുവന്ന ഗുരുതരമായി കിടക്കുന്ന മനുഷ്യനെ അവൻ ശുശ്രൂഷിച്ചു. അതാണ് ആർദ്രതയുടെ മുഖം. ഒരുവൻ്റേതായിട്ടുള്ള അവസ്ഥയെക്കുറിച്ച് പ്രസംഗിക്കുകയല്ല, മനസ്സലിവിനെക്കുറിച്ച് പ്രസംഗിക്കുകയല്ല, മനസ്സലിവ് പ്രാവർത്തികമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയണം. ഇന്ന് അനേകർ വലിയ പ്രസംഗങ്ങളൊക്കെ പറയും, പക്ഷേ മനസ്സെന്ന് പറഞ്ഞാൽ കഠിനമായിട്ടിരിക്കുകയാണ്, ആർദ്രതയില്ല. മറ്റൊരുവൻ്റെ വേദനയെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല, മറ്റൊരുവൻ്റെ ആവശ്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതെ, ഇവിടെ ഇതൊന്നുമില്ല. രണ്ടുപേര് അവരുടേതായിട്ടുള്ള അധികാരത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ തക്കോണം കഴിയുന്ന അവരുടെ കാര്യത്തിനായിട്ട് കടന്നു. ഇവിടെ മുഴുവന് മൂന്നാമതായി വന്നവന് അവൻ മറ്റൊന്നും ചിന്തിക്കുന്നില്ല. അവൻ അത്രയും ത്യാഗം സഹിച്ച് ആ സത്രത്തിൽ ചെല്ലുമ്പോൾ അവന് വേണമെങ്കിൽ ഈ മനുഷ്യനെ അവിടെ ഏൽപ്പിച്ചിട്ട് കടന്നു പോകാം. അവൻ പോയില്ല. അവൻ ആ രാത്രി അവിടെ താമസിക്കുകയാണ്, ആ രാത്രി അവിടെ താമസിക്കുകയാണ്. ആ മനുഷ്യനെ ശുശ്രൂഷിച്ചു. എന്നിട്ട് അടുത്ത പ്രഭാതത്തിൽ അവൻ 2 വെള്ളിക്കാശ് എടുത്ത് സത്രക്കാരന് കൊടുത്തു. എന്നിട്ട് ഇവനെ ശുശ്രൂഷിക്കണം, കൂടുതലായി എന്തെങ്കിലും ചെലവായാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാം എന്നവനോട് പറഞ്ഞു. So we find the Samaritan. He dressed him, put him on his animal and took him to the inn. You know, it's not like the modern day, because you don't find inns. It is not common, especially in a place like Jericho. In a distance of 19 miles, you may not find inns very frequently. Rarely you find, because it's all infested with robbers and full of jungles. But this man took the pains to carry him on his beast. That means he had to walk. And this man is on his animal. Finally they reached an inn. You could have very well dumped him there and would have told the innkeeper, don't worry, take care of him. I am very busy, I have got so many official engagements, so I am going, but take care of him, I will take care of it. I will give you whatever you require and pay him some money and go. He didn't do that. He stayed with him overnight. The whole day he stayed with him, looking after him. Because you know, a man who is critical, a man who is dying, he needs a lot of care. That's the most important thing. Today many of us do so many things for the sake of doing. It's not out of compassion. It is not out of recognizing what you need. Just because this is my responsibility, I do that. You will not get anything from God. And moreover, the Lord will be grieved by your doings, because He has placed you in a situation where you and I have to execute our responsibilities with His Spirit. Here we find him staying with the poor man. He nursed him all night, took care of him, and in the morning gave him 2 silver pieces and then told him, now see, I am going, but whatever you need more, please do for him. I will pay it to you. That exactly is compassion. അതെ, എൻ്റെ ഉത്തരവാദിത്തം ചെയ്യല്ല, മറ്റവന് അതുകൊണ്ട് പ്രയോജനമുണ്ടാകണം. രാത്രിയിൽ ശുശ്രൂഷ ഏറ്റവും ആവശ്യമാണ്. കാരണം അർദ്ധപ്രാണനായിട്ട് കിടക്കുകയാണ്, മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് കിടക്കുന്ന ഒരുത്തനാണ്. അവന് ശുശ്രൂഷ ആവശ്യമുണ്ട്. അവനെ ശുശ്രൂഷിക്കുകയാണ്. രാത്രി മുഴുവൻ ശുശ്രൂഷിച്ചു. രാവിലെ ആയപ്പോൾ അവന് കാശ് കൊടുക്കുകയാണ്. അന്നത്തെ നിയമം അനുസരിച്ച് അത്രയും കാശ് കൊടുക്കേണ്ട കാര്യമില്ല. He's paying in excess actually. You don't have to pay that much, but he's paying him in excess and tells him, if there's anything more, I will pay it. I want him to be well. നിയമത്തിൻ്റെ പേരിലല്ല. അതെ, എന്തെങ്കിലും കൂടുതൽ ആവശ്യമുണ്ട് ഞാൻ തരാം. കാരണം എനിക്ക് അവൻ്റെ സൗഖ്യമാണ് പ്രധാനം, അവനെ രക്ഷിക്കുന്നതാണ് പ്രധാനം. അവൻ യഹൂദനാണ്, എൻ്റെ ശത്രുവാണ്, പക്ഷേ എനിക്ക് അവനെ രക്ഷിക്കണം. അതുകൊണ്ട് ഇതിലുപരിയായിട്ട് എന്ത് വന്നിരുന്നാലും ഞാൻ തരാം. അങ്ങനെ ആ സത്രാധിപതിയോട് പറയുന്ന ശമരിയാക്കാരൻ, അവിടെ ആ യഹൂദൻ ദൈവത്തിൻ്റെ വെളിച്ചം കാണുകയാണ്. അതാണ് കർത്താവ് ചൂണ്ടിക്കാണിക്കുന്നത്. ദൈവത്തിൻ്റെ വെളിച്ചം എന്താണ്?
സ്നേഹമാണ്, കരുതലാണ്, കാരുണ്യമാണ്. വെളിച്ചമെന്ന് പറയുമ്പോൾ ടോർച്ച് പിടിച്ച് കാണിക്കുന്ന വെളിച്ചമല്ല, നിൻ്റെ പൊയ്മുഖമല്ല, മറ്റുവിൻ്റെ വേദനയിലേക്ക്, മറ്റുള്ളവൻ്റെ ആവശ്യത്തിലേക്ക് അത് പ്രവർത്തിക്കുന്ന ആ വലിയ പ്രവർത്തനമാണ്, ആ വലിയ ആർദ്രതയാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് എൻ്റെയും നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ നാം ഏത് കാര്യത്തിൽ ഇടപെടുമ്പോഴും കർത്താവിൻ്റെ ആർദ്രത നമ്മളിലുണ്ടാകണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ സൃഷ്ടിക്കുന്ന ആർദ്രതയാണ്. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ എന്താണ്, അവരുടെ ബുദ്ധിമുട്ടുകൾ എന്താണ്, അത് മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ ഉത്തരവാദിത്വത്തിൻ്റെ പേരിൽ നാം എന്ത് ചെയ്തിരുന്നാലും കർത്താവിൻ്റെ സന്നിധിനൊരു വിലയുമില്ല, കർത്താവിൻ്റെ സന്നിധിനൊരു പ്രീതിയുമില്ല. എന്നാൽ ആവശ്യങ്ങളുടെ മുഖത്ത് ദൈവത്തിൻ്റെ നാമമഹത്വത്തിനായിട്ട് നീ വെളിച്ചമായി തീരണമെങ്കിൽ നിന്നിൽ ആർദ്രത ഉണ്ടാകണം, നിനക്ക് കരുതലുണ്ടാകണം, നിനക്ക് കരുണയുണ്ടാകണം. അപ്പോഴാണ് ദൈവത്തിന് നിൻ്റെ സകല പ്രവൃത്തികളിലും പ്രസാദം തോന്നുന്നത്. അപ്പോഴാണ് നിൻ്റെ ഗമനത്തെ യഹോവ സ്ഥിരമാക്കുന്നത്. അത് നാം മനസ്സിലാക്കണം. നാം എങ്ങനെയാണ് ദൈവം ഏൽപ്പിച്ച ചുമതലകളിൽ പ്രശോഭിക്കുന്നത്, അപ്രകാരമാണ് ദൈവം നമുക്ക് വേണ്ടിയും പ്രവർത്തിക്കുന്നത്. നാം ആർദ്രത കാണിക്കാൻ തക്കവണ്ണം മറന്നുപോയാൽ നിർണായകമായ ഘട്ടത്തിൽ ദൈവം ആർദ്രത കാണിക്കാൻ മറന്നുപോകും. മനഃപൂർവ്വമായിട്ട് അവൻ മൗനമായിരിക്കും. കാരണം അവൻ ഏൽപ്പിച്ച ചുമതലകളിൽ പ്രശോഭിക്കുവാൻ കഴിയുന്നില്ല. അതുകൊണ്ട് എൻ്റെയും നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ കർത്താവിൻ്റെ വെളിച്ചമായിട്ട് നമുക്ക് പ്രവർത്തിക്കുവാൻ കഴിയണമെങ്കിൽ, കർത്താവിൻ്റെ സ്നേഹം മറ്റുള്ളവർക്ക് പകരുന്നത് നല്ല പ്രവർത്തികളാലാണ്. നല്ല പ്രവർത്തികൾ എപ്പോഴും നന്മ തന്നെയാണ്. ആ നന്മ നമുക്ക് എപ്പോഴും മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ അവരുടെ മനസ്സിനെ തണുപ്പിക്കണം, അവരുടെ വേദനിപ്പിക്കുന്നതല്ല. നിങ്ങളുടെ പ്രവർത്തികളുണ്ട് മറ്റുള്ളവരുടെ മനസ്സിനെ തണുപ്പിക്കണം. നിൻ്റെ നല്ല പ്രവർത്തികളുണ്ട് അവരെ സഹായിക്കുവാൻ കഴിയണം. ഈ ശമരിയാക്കാൻ അതാണ് ചെയ്തത്. അവൻ്റെ ശത്രുവാണ് അത്. യഹൂദ അവൻ്റെ ശത്രുവാണ്. ശത്രുവിനെ സ്നേഹിക്കുന്ന മഹത്തായ സ്നേഹം, അവൻ്റെ ജീവനെ രക്ഷിക്കുവാൻ തക്കവണ്ണം ത്യാഗം സഹിക്കുന്ന സ്നേഹം, അവരെ കോരിയെടുത്തുകൊണ്ട് അതേ സത്രം കാണുന്നവരെയും യാത്ര ചെയ്ത് അവരെ അവിടെ പാർപ്പിക്കുന്ന സ്നേഹം, അവനെ ശുശ്രൂഷിക്കുന്ന, അവൻ്റെ ജീവന് അപകടമില്ലെന്ന് ബോധ്യമായി അവൻ്റെ കയ്യിലുള്ളത് സത്രാധിപതിക്ക് കൊടുത്തിട്ട് പോരാത്ത ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് പോകുന്ന സ്നേഹം, അതാണ് സ്നേഹം, അതാണ് വെളിച്ചം. അപ്രകാരമുള്ള വെളിച്ചം നമ്മുടെ നല്ല പ്രവർത്തികളിലൂടെ പ്രകടമാക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കു ചുറ്റും നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹിതയായ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥപിതാവാം ദൈവമേ, ഞങ്ങൾ പലപ്പോഴും പലതും പ്രവർത്തിക്കുന്നു, എങ്കിലും ആ ശമരിയാക്കാരനെ പോലെയുള്ള ആർദ്രതയോ മനസ്സലിവോ കരുതലോ ഒന്നുമില്ലാത്ത യാന്ത്രികമായിട്ട് കർത്താവേ ഞങ്ങൾ പ്രവർത്തിച്ചു പോകുന്ന കുറവ് ഞങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങൾക്ക് ആർദ്രതയില്ലെങ്കിൽ ഞങ്ങൾക്കും ആർദ്രത ലഭിക്കില്ലെന്നുള്ളത് ഈ രാത്രി മനസ്സിലാക്കിയതിനായിട്ട് സ്തോത്രം. പുരോഹിതനും ലേവ്യനും പരാജയപ്പെട്ട സ്ഥാനത്ത് എല്ലാവരും വെറുക്കപ്പെട്ട ലേവ്യൻ അവിടുത്തെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നത് കാണും ഞങ്ങളെ സഹായിച്ചതിനായിട്ട് സ്തോത്രം. ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരും അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. ആ ശമരിയാക്കാരനെ പോലെ അവിടുത്തെ സ്നേഹവും അവിടുത്തെ ആർദ്രതയും അവിടുത്തെ കരുതലും കരുണയും കാവലും ഈ കോവിഡ് മഹാമാരിയിൽ അനേകർക്ക് പകരുവാൻ തക്കവണ്ണം സഹായിക്കണമേ. അടിനെയും സഹായിക്കണമേ. അവിടുത്തെ നാമം മഹത്വപ്പെടുവാൻ ഇടയാക്കണമെന്ന് യേശുമത്ര അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കുമാറാകണമേ. ആം. പിതാവിന്റെ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംബന്ധവും സഹവാസവും നമ്മോട് പ്രാപിച്ച എല്ലാ വിഷയങ്ങളുമില്ല ഇപ്പോഴെപ്പോഴും എന്നെ കൊണ്ടായിരിക്കുമാറാകട്ടെ. ആം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമ മഹത്വത്തിനായി ഈ ശുശ്രൂഷ സമർപ്പിച്ചത് കോശി എം തോമസ്, ഷീബ കോശി, ശ്രുതി കോശി ആൻഡ് ശില്പ കോശി, ന്യൂയോർക്ക്, USA.